ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തേങ്ങ വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നവരാണ്. വീടുകളിൽ തേങ്ങ തെങ്ങ് ആർക്കും ഇല്ല, സ്ഥലം ആർക്കും ഇല്ല. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നാണ് എപ്പോഴും തേങ്ങ വാങ്ങിക്കുന്നത്. അപ്പോൾ തേങ്ങ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് തേങ്ങ മൂത്തതാണോ എന്ന് അറിയാനായിട്ട് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കർഷകർ പ്രത്യേകിച്ച് ബിസിനസ്സുകാർ തേങ്ങ പൊതിച്ചിട്ട് വെയിലത്ത് കുറച്ച് നേരം ഇടുമ്പോഴത്തേനും തേങ്ങയുടെ പുറം മുഴുവൻ ഒരു ബ്രൗൺ കളറായി വരും. അപ്പോൾ നമുക്ക് തോന്നും ആ തേങ്ങ മൂത്തതാണെന്ന്. അപ്പം ഈ തേങ്ങ ഞാൻ മൂത്തതല്ല എന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ വാങ്ങിയതാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഈ തേങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ മൂത്തോന്ന് അറിയാൻ ഈ കണ്ണാണ് നോക്കുന്നത്. ഈ കണ്ണിൻ്റെ അവിടെ ശരിക്കും തേങ്ങയുടെ കണ്ണിൻ്റെ അവിടെ നല്ലവണ്ണം ഡാർക്ക് ബ്രൗൺ കളർ വരും. നല്ലോണം മൂത്ത തേങ്ങ എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ കളർ വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈറ്റ് കളറായിരിക്കും. പുറമേ നമുക്ക് ബ്രൗൺ കളറായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ ശരിക്കും പച്ചത്തേങ്ങയാണ്. ഇത് നമുക്ക് വാങ്ങിക്കൊണ്ട് വന്നാൽ അധികം ദിവസം നമുക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് വെള്ളം ആദ്യം തന്നെ ഞങ്ങൾക്ക് കേടാവാൻ തുടങ്ങും, പിന്നെ തേങ്ങ കേടാവും. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റില്ല. അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് കറിക്ക് ഉപയോഗിക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു 2-3 ദിവസത്തിനകം തേങ്ങ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ തേങ്ങ കേടാവും. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടെങ്കിൽ അധികമൊന്നും ഇതിൻ്റെ അകത്ത് കിട്ടില്ല. മൂത്തെങ്കിൽ മാത്രമേ കറിക്കിടാൻ പാകത്തിന് ആവശ്യത്തിന് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കഴിയുമ്പോഴത്തേനും പൂള് പോലെ പെട്ടെന്ന് അങ്ങ് തേങ്ങ തീർന്നു പോകും. അപ്പോൾ ഈ സാമ്പിൾ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് വാങ്ങിയതാണ് ഈ തേങ്ങ. ഇത് ശരിക്കും മൂത്തോ എന്ന് വിചാരിച്ച് ഈ തേങ്ങ എടുത്താലും ഈ തേങ്ങ മൂത്തതല്ല. അതാണ് ഈ തേങ്ങയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും കണ്ണിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ തേങ്ങ മൂത്തതായിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തേങ്ങയുടെ കണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം ലൈറ്റ് ബ്രൗൺ ആണിത്. ലൈറ്റ് ബ്രൗൺ കളർ എന്ന് പറയാൻ തേങ്ങ മൂക്കാൻ തുടങ്ങണതേ ഉള്ളൂ. കഷ്ടിച്ച് ഉപയോഗിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ശരിക്കും മൂത്ത തേങ്ങ ഞാൻ കാണിച്ചു തരാം. ഇത് ലൈറ്റ് ബ്രൗൺ കളറായിട്ടേ ഉള്ളൂ. ഈ തേങ്ങ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിച്ച് തീർക്കണം. ഇത് തേങ്ങയാണ് ഏറ്റവും മൂത്തതും. നമുക്ക് പായസത്തിലൊക്കെ കൊത്തിയിടണമെങ്കിലോ അല്ലെങ്കിൽ വറുത്തരക്കറികൾക്കൊക്കെ വളരെ പെർഫെക്റ്റായ രീതിയിൽ തേങ്ങ നല്ല മധുരമുള്ള തേങ്ങയാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തതാണ്. പക്ഷേ ഇച്ചിരി വലിപ്പം കുറവാണെങ്കിൽ ഇത് വലിപ്പം നോക്കിയിട്ടല്ല തേങ്ങ മൂത്തതാണോ ഇല്ലെന്ന് അറിയണത്. ഞാൻ തേങ്ങ വാങ്ങിക്കാൻ പോയപ്പോൾ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഏറ്റവും പെർഫെക്റ്റ് മൂത്ത ഒരു തേങ്ങ എനിക്ക് കിട്ടിയുള്ളൂ. ഈ തേങ്ങയിലേക്കാളും അല്പം കൂടി മൂത്ത തേങ്ങയാണിത്. ഇത് കുറച്ച് ദിവസമോടെ കിടക്കും, ഒരു 5-6 ദിവസമൊക്കെ ഈ തേങ്ങ കിടക്കും. ഇതെന്ന് പറഞ്ഞാൽ 2-3 ദിവസം നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ എടുത്തു കഴിയണം. ഇതേപോലെ മൂപ്പുള്ളൊരു തേങ്ങ ഇന്ന് രാവിലെ പൊട്ടിച്ചപ്പോൾ ആ തേങ്ങയ്ക്ക് വെള്ളത്തിന് ടേസ്റ്റ് മാറി തുടങ്ങിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിവില്ലാത്ത ആൾക്കാർ തേങ്ങ ഇപ്പം കുറേ കൂടി കിടക്കും, അതിൻ്റെ അകത്തുനിന്ന് ഏതാണ്ടൊരു ചിരട്ടയുടെ നിറം നോക്കി പെട്ടെന്ന് തന്നെ നമ്മൾ തേങ്ങ എടുത്തുകൊണ്ട് പോരും. പക്ഷേ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നല്ല വറുത്തായിരിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല കണ്ണൊക്കെ, ഇതാണ് ശരിക്കും ഒറിജിനൽ തേങ്ങ, വിളഞ്ഞ തേങ്ങ. അപ്പം ഇത്രയും വിളഞ്ഞ തേങ്ങയൊന്നും നമുക്ക് കടകളിൽ കിട്ടില്ല. കർഷകർ അത്രയും സമയമൊന്നും വെച്ചിരിക്കില്ല. പിന്നെ പ്രത്യേകിച്ച് ബിസിനസ്സിന് വേണ്ടിയിട്ട് തേങ്ങ ഫാം ഉള്ളവരൊന്നും ഇത്രയും തേങ്ങ മൂക്കുന്നോടം വരെ വെക്കില്ല. അവർ നേരത്തെ തന്നെ വിൽക്കും. അപ്പോൾ ഇത് കുറച്ച് നേരം പൊതിച്ചിട്ട് വെയിലത്തേക്ക് അങ്ങ് നീക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും തേങ്ങ ഇതേപോലെ ചിരട്ടി അങ്ങോട്ട് ബ്രൗൺ കളറായി വന്നു തുടങ്ങും. ഇതുപോലെ ബ്രൗൺ കളറായി വന്നു തുടങ്ങും. അപ്പോൾ തേങ്ങ മൂത്തു എന്ന് നമുക്ക് തോന്നാം, പക്ഷേ തേങ്ങ മൂത്തതായിരിക്കില്ല. അപ്പോൾ ശരിയായിട്ടുള്ള തേങ്ങ എന്ന് പറയണത് ഇതാണ്. ഇതിൻ്റെ അകത്ത് കനവും കുറവായിരിക്കും. പിന്നെ ഇത് മുറിച്ച് കഴിയുമ്പോഴത്തേനും നല്ല പോലെ നമുക്ക് ചിരകി എടുത്താൽ നല്ല വറുത്തായിരിക്കും. ഇപ്പം ഇത് ചിരണ്ടനേക്കാളും ഇരട്ടി ഗുണമെന്നുണ്ട് നമ്മൾ ഈ ചെറുതാണെങ്കിലും ഇത് ചിരകി എടുക്കുമ്പോൾ. അപ്പോൾ തേങ്ങ നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൂത്ത തേങ്ങ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഞാൻ ഈ തേങ്ങ പൊട്ടിച്ച് കാണിക്കാം നിങ്ങളെ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, ഫോളോ ചെയ്യുക, പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് അറിയാം ഇത് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓൾറെഡി നല്ലോണം വിളഞ്ഞ തേങ്ങ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ തേങ്ങ കിട്ടുമോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഏകദേശം ഒരു മൂത്തത് എന്ന് പറയുമ്പോഴേ ഈ തേങ്ങയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ബ്രൗൺ കളറോ ചിരട്ടയുടെ ഈ കണ്ണ് നോക്കുക. കണ്ണ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബ്രൗണീഷ് കളർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു 5-6 ദിവസങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇരിക്കും. ഈ തേങ്ങ എന്ന് വെച്ചാൽ ഇത് വളരെ ഹോപ്പ്ലെസ് ആണ്. ഇതൊരു 3-4 ദിവസത്തിൽ കൂടുതൽ ഇരിക്കുകയൊന്നുമില്ല. വെള്ളം പെട്ടെന്ന് തന്നെ കേടായി തുടങ്ങും. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം.